ഹായ് ഫ്രണ്ട്സ്, S3A PSC യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് SCRT 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ മൂന്നാമത്തെ ചാപ്റ്ററായ പൊതുഭരണം എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ പൂളിലെ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. ക്രാക്ക് കേരള PSC വിത്ത് ഇന്ത്യാസ് ലാർജസ്റ്റ് ലേണിംഗ് പ്ലാറ്റ്ഫോം. അൺഅക്കാഡമിയിൽ PSC പരീക്ഷകൾക്ക് തയ്യാറാകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി പല ബാച്ച് കോഴ്സസ് റണ്ണിംഗ് ആണ്. 120 days ഫൗണ്ടേഷൻ ബാച്ച് ഫോർ 10th ലെവൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് അതുപോലെ ബിവറേജ് LDക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ, അതുപോലെ തന്നെ ആദ്യമായിട്ട് PSC പഠിച്ചു തുടങ്ങുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടൊരു ബാച്ചാണിത്. ഡിസംബർ 8-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് ക്ലാസ്സസ് കൈകാര്യം ചെയ്യുന്നത്. എൻ്റെ റെഫറൽ കോഡ് അനുവസ് റോബിനാണ്. നിങ്ങൾ ഈ റെഫറൽ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ 50 days കംപ്ലീറ്റ് കോഴ്സ് ഫോർ HSA പാർട്ട് A എക്സാം. ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് ക്ലാസ്സസ് കൈകാര്യം ചെയ്യുന്നത്. ഡിസംബർ 9-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. 75 days ബാച്ച് കോഴ്സ് ഫോർ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് പേപ്പർ. നവംബർ 25-ന് സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. 50 days ബാച്ച് കോഴ്സ് ഫോർ 12th ലെവൽ മെയിൻ CPO എക്സാം. ഡിസംബർ 1-ന് സ്റ്റാർട്ട് ചെയ്തു. 60 days ബാച്ച് കോഴ്സ് ഫോർ 12th ലെവൽ മെയിൻ CEO എക്സാം. നവംബർ 10-ന് സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. 150 days ബാച്ച് കോഴ്സ് ഫോർ ബെവ്കോ അസിസ്റ്റൻറ്റ് എക്സാം. നവംബർ 4-ന് സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. 60 days ബാച്ച് കോഴ്സ് ഫോർ LD ടൈപ്പിസ്റ്റ് എക്സാം. ഒക്ടോബർ 6-ന് സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. 75 days ബാച്ച് കോഴ്സ് ഫോർ റിസർച്ച് ഓഫീസർ എക്സാം. സെപ്റ്റംബർ 13-ന് സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. ഓക്കെ, അപ്പോൾ ഈ പല ബാച്ചസ് അവൈലബിൾ ആണ്. നിങ്ങൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ ബാച്ച് അഡ്മിഷൻ എടുത്ത് പഠിക്കാം. ടെസ്റ്റ് സീരീസ് അൺഅക്കാഡമിയിൽ അവൈലബിൾ ആണ്. അതുപോലെ കേരള PSC കോമ്പാറ്റീവ് ബാക്ക് 50 questions 60 minutes കൊണ്ട് ചെയ്യുക. ഡിസംബർ 12-ാം തീയതി 12 മണിക്കാണ്. പ്രൈസ് കിട്ടുന്നവർക്ക് പ്രൈസസ് ഒക്കെ ഉണ്ട്. ടോപ്പ് വരുന്നവർക്ക് പ്രൈസസ് ഒക്കെ ഉണ്ട്. 12th ലെവൽ പ്ലസ് ടെസ്റ്റ് ഉണ്ട്. 100 questions in 75 minutes. CPO 4th ഡിസംബർ, CEO 11th ഡിസംബർ, ഫയർമാൻ 18th ഡിസംബർ 6 PM-നാണ്. പ്ലസിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് എഡ്യൂക്കേറ്റേഴ്സ് നടത്തുന്നത് പഠിക്കാൻ പറ്റും. കംപ്ലീറ്റ് എക്സാം പ്രിപ്പറേഷൻ ലഭിക്കും. ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് ഉണ്ടാവും. സിലബസ് ഫുള്ളായിട്ട് കവർ ചെയ്യും. ടെസ്റ്റ് സീരീസ്, മോക്ക് എക്സാംസ് ഒക്കെ ഉണ്ടാവും. താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. ഇതാണ് ഫീ ഡീറ്റെയിൽസ് വരുന്നത്. 1 മാസം, 3 മാസം, 6 മാസം, 12 മാസം, 24 മാസം എന്നിങ്ങനെ പ്ലാൻസ് ഉണ്ട്. അപ്പോൾ റെഫറൽ കോഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കൂടി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാലയളവിനുള്ളിൽ വരുന്ന എല്ലാ എക്സാംസിൻ്റെയും പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. അതുപോലെ അൺഅക്കാഡമിയിൽ ഫ്രീ ക്ലാസ്സസ് ഉണ്ട്. എല്ലാ ദിവസവും നമ്മുടെ ഫ്രീ ക്ലാസ്സസ് അതിൽ അവൈലബിൾ ആണ്. ഫ്രീ ക്ലാസ്സസ് അൺലോക്ക് ചെയ്യാനായിട്ട് അൺഅക്കാഡമി ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എൻ്റെ റെഫറൽ കോഡ് അനുവസ് റോബിൻ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സസ് ലഭിക്കുന്നതായിരിക്കും. എല്ലാ ദിവസവും ഈ SCRT ചാപ്റ്റേഴ്സിൻ്റെ എക്സാം അതിൽ നടത്തുന്നുണ്ട്. അതുകൂടാതെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, PSC ബുള്ളറ്റിൻ, കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാ ദിവസവും നടത്തുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. പൊതുഭരണം എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ പൂളിലെ ക്വസ്റ്റ്യൻസ് ആണ്. പൊതുഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായ ഏതെങ്കിലും 3 സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും എഴുതുക. സ്ഥാപനം: കൃഷിഭവൻ, കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നു. പോലീസ് സ്റ്റേഷൻ, ക്രമസമാധാനം നിലനിർത്തുന്നു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, ചികിത്സാ സൗകര്യം ഒരുക്കുന്നു. പൊതുഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായ സ്ഥാപനങ്ങളാണ് കൃഷിഭവൻ, പോലീസ് സ്റ്റേഷൻ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്നിവ. ഓംബുഡ്സ്മാൻ്റെ പ്രവർത്തനം അഴിമതി തടയുന്നതിന് പൊതുജനങ്ങൾക്ക് സഹായകമായി മാറുന്നു. ഈ പ്രസ്താവന വിലയിരുത്തുക. ജനപ്രതിനിധികളോ ഉദ്യോഗസ്ഥരോ അഴിമതി നടത്തിയാൽ ഓംബുഡ്സ്മാനിൽ പരാതി നൽകാം. ജനങ്ങൾക്ക് നേരിട്ട് പരാതി ഓംബുഡ്സ്മാനെ ഏൽപ്പിക്കാം. പരാതികളിൽ അന്വേഷണം നടത്തി ശുപാർശ ചെയ്യാൻ അധികാരമുണ്ട്. അപ്പോൾ ഓംബുഡ്സ്മാൻ്റെ പ്രവർത്തനം അഴിമതി തടയുന്നതിന് പൊതുജനങ്ങൾക്ക് സഹായകരമായി മാറും എന്നുള്ളതിന് പ്രസ്താവന എന്താ പറയുന്നത്? ജനപ്രതിനിധികളോ ഉദ്യോഗസ്ഥരോ അഴിമതി നടത്തിയാൽ ഓംബുഡ്സ്മാനിൽ പരാതി നൽകാനാകും. ജനങ്ങൾക്ക് നേരിട്ട് പരാതി നൽകാനാകും. പരാതികളിൽ അന്വേഷണം നടത്തി ശുപാർശ ചെയ്യാനും അധികാരം ഉണ്ട്. കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. ചുവടെ നൽകിയിട്ടുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന ഏജൻസികളുടെ അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തുക. സെയിൽസ് ടാക്സ് ഓഫീസർ, ഇന്ത്യൻ പോലീസ് ഉദ്യോഗസ്ഥൻ, സംസ്ഥാന ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ, കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ. അപ്പോൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ വരുന്നതാണ് ഇന്ത്യൻ പോലീസ് സർവീസും കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും. കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ വരുന്നതാണ് സെയിൽസ് ടാക്സ് ഓഫീസറും സംസ്ഥാന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും.
യൂണിയൻ പബ്ലിക് സർവീസിൽ വരുന്നതാണ് ഇന്ത്യൻ പോലീസ് സർവീസും കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും. കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ വരുന്നതാണ് സെയിൽസ് ടാക്സ് ഓഫീസർ, സംസ്ഥാന ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ. പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുക. ജനങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു, ജനക്ഷേമം ഉറപ്പാക്കുന്നു, ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു. പഠിക്കുക. പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? ജനങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു, ജനക്ഷേമം ഉറപ്പാക്കുന്നു, ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു. ചാർട്ട് പൂർത്തീകരിക്കുക. ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദം ഏതൊക്കെയാണ്? അഖിലേന്ത്യാ സർവീസ് ഉണ്ട്, കേന്ദ്ര സർവീസ് ഉണ്ട്, സംസ്ഥാന സർവീസും ഉണ്ട്. ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദം വരുന്നത് അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. വിവരാവകാശ നിയമം സമൂഹത്തിന് സഹായകമാകുന്ന സന്ദർഭങ്ങൾ വ്യക്തമാക്കുക. വിദ്യാലയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ, ആശുപത്രിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ, സർക്കാർ ഓഫീസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ, കൃഷിഭവനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാനൊക്കെ വിവരാവകാശ നിയമം സമൂഹത്തിന് സഹായകരമാകുന്നു. സേവനങ്ങൾക്കായി സർക്കാർ ഓഫീസിൽ കാത്തു നിൽക്കേണ്ടതില്ല എന്നത് ഈ ഗവേണൻസ് കൊണ്ടുള്ള ഒരു നേട്ടമാണ്. മറ്റേതെങ്കിലും 2 നേട്ടങ്ങൾ എഴുതുക. അപ്പോൾ ഈ ഗവേണൻസ് എന്താണ്? സേവനങ്ങൾക്കായിട്ട് സർക്കാർ ഓഫീസിൽ കാത്തു നിൽക്കേണ്ടത് ആവശ്യമില്ല. ഈ ഗവേണൻസിൽ വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സേവനം നേടാം. സർക്കാർ സേവനം കുറഞ്ഞ ചെലവിലും വേഗത്തിലും ലഭിക്കുന്നു. ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിൻ്റെ ഗുണമേന്മയും വർദ്ധിക്കുന്നു. ഈ ഗവേണൻസിൻ്റെ പ്രത്യേകതയാണ് സേവനങ്ങൾക്കായിട്ട് സർക്കാർ ഓഫീസിൽ കാത്തു നിൽക്കേണ്ടതില്ല, വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സേവനം നേടാം, സർക്കാർ സേവനം കുറഞ്ഞ ചെലവിലും വേഗത്തിലും ലഭിക്കുന്നു, ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിൻ്റെ ഗുണമേന്മയും വർദ്ധിക്കുന്നു. സൂചിക അനുസരിച്ച് ക്രമപ്പെടുത്തുക. അഖിലേന്ത്യാ സർവീസ്, സേവനാവകാശം, ലോകായുക്ത, സംസ്ഥാന സർവീസ്. ഉദ്യോഗസ്ഥ വൃന്ദം, ഭരണ നവീകരണം. അപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ വരുന്നതാണ് അഖിലേന്ത്യാ സർവീസ്. ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത് എന്താണ്? ഭരണ നവീകരണമാണ്. അഖിലേന്ത്യാ സർവീസാണ് സേവനാവകാശം, സംസ്ഥാന സർവീസാണ് ലോകായുക്ത. ഉദ്യോഗസ്ഥ വൃന്ദം, ഭരണ നവീകരണം, അഖിലേന്ത്യാ സർവീസ്, സേവനാവകാശം, സംസ്ഥാന സർവീസ്, ലോകായുക്ത. ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്ന സംസ്ഥാനതല ഏജൻസി ഏതാണ്? സംസ്ഥാന വിജിലൻസ് കമ്മീഷനാണ്. ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്ന സംസ്ഥാനതല ഏജൻസിയാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. ഇത് നിലവിൽ വന്നത്, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1964 സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്നത്. ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രധാന സംവിധാനം ഏതാണ്? ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രധാന സംവിധാനമാണ് ഉദ്യോഗസ്ഥ വൃന്ദം. രാജ്യത്തെ കൂടുതൽ പരിഗണനയും പരിരക്ഷയും വേണ്ട ജനവിഭാഗങ്ങളുടെ ക്ഷേമത്തിന് പൊതുഭരണം സഹായകമാകുന്നത് എങ്ങനെയാണ്? ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു, ജനക്ഷേമം ഉറപ്പാക്കുന്നു, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു. രാജ്യത്തെ കൂടുതൽ പരിഗണനയും പരിരക്ഷയും വേണ്ട ജനവിഭാഗങ്ങളുടെ ക്ഷേമത്തിന് പൊതുഭരണം സഹായമാകുന്നത് എങ്ങനെയൊക്കെയാണ്? ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു, ജനക്ഷേമം ഉറപ്പാക്കുന്നു, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു. ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചവ തിരഞ്ഞെടുത്ത് പട്ടിക പൂർത്തിയാക്കുക. അഖിലേന്ത്യാ സർവീസാണ്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്നത് അഖിലേന്ത്യാ സർവീസാണ്. കേന്ദ്ര സർവീസാണ് ഇന്ത്യൻ ഫോറിൻ സർവീസ്. സംസ്ഥാന സർവീസ് സെയിൽസ് ടാക്സ് ഓഫീസ്. സംസ്ഥാന സർവീസാണ് സെയിൽസ് ടാക്സ് ഓഫീസ്. ഓക്കെ, അപ്പോൾ അഖിലേന്ത്യാ സർവീസാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. കേന്ദ്ര സർവീസാണ് ഇന്ത്യൻ ഫോറിൻ സർവീസ്. സംസ്ഥാന സർവീസാണ് സെയിൽസ് ടാക്സ് ഓഫീസ്. 2005 വിവരാവകാശ നിയമത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുക. പൗരന്മാർക്ക് വിവരങ്ങൾ അറിയുവാനുള്ള അവകാശം, അഴിമതി നിയന്ത്രിക്കുന്നതിന്, ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്തബോധം ഉണ്ടാക്കുന്നു, ഗവൺമെൻറ് പ്രവർത്തനം സുതാര്യമാക്കുന്നു. വിവരാവകാശ നിയമത്തിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? പൗരന്മാർക്ക് വിവരങ്ങൾ അറിയാനുള്ള അവകാശം, അഴിമതി നിയന്ത്രിക്കുന്നത്, ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്തബോധം ഉണ്ടാക്കുന്നു, ഗവൺമെൻറ് പ്രവർത്തനം സുതാര്യമാക്കുന്നു. വിവരാവകാശ കമ്മീഷൻ്റെ 2 തലങ്ങൾ ഏതെല്ലാമാണ്? പ്രസ്തുത കമ്മീഷൻ്റെ ഘടന വ്യക്തമാക്കുക. വിവരാവകാശ കമ്മീഷൻ്റെ 2 തലങ്ങളാണ് സംസ്ഥാനതല കമ്മീഷനും കേന്ദ്രതല കമ്മീഷനും.
മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10-ൽ കവിയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടാകും. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10-ൽ കവിയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടാകും. ഏത് സംഘടനയുടെ പ്രവർത്തനമാണ് വിവരാവകാശ നിയമ നിർമ്മാണത്തിലേക്ക് നയിച്ചത്? രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. ഏത് സംഘടനയുടെ പ്രവർത്തനമാണ് വിവരാവകാശ നിയമ നിർമ്മാണത്തിലേക്ക് നയിച്ചത്? രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. പൊതുഭരണത്തിൻ്റെ കാര്യക്ഷമതയെ പ്രതികൂലമായി ബാധിക്കുന്ന 2 ഘടകങ്ങൾ എഴുതുക. അഴിമതി, ഉത്തരവാദിത്വ ബോധമില്ലായ്മ, സ്വജനപക്ഷപാതം. പൊതുഭരണത്തിൻ്റെ കാര്യക്ഷമതയെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളാണ് അഴിമതി, ഉത്തരവാദിത്വ ബോധമില്ലായ്മ, സ്വജനപക്ഷപാതം. ജനാധിപത്യ ഭരണം, രാജഭരണം എന്നീ ഭരണരീതികളിൽ ജനതാൽപര്യത്തിന് പ്രാധാന്യം നൽകുന്നത് ഏതാണ്? ഈ ഭരണരീതിയുടെ ഏതെങ്കിലും 2 മേന്മകൾ വ്യക്തമാക്കുക. ജനാധിപത്യ ഭരണമാണ്. ജനാധിപത്യ ഭരണത്തിലും രാജഭരണത്തിലും ജനാധിപത്യ താൽപര്യത്തിന് പ്രാധാന്യം നൽകുന്നത് ഏതിലാണ്? ജനാധിപത്യ ഭരണത്തിലാണ്. ജനതാൽപര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ജനാധിപത്യ ഭരണത്തിൽ ജനാധിപത്യ ഭരണം കൂടുതൽ ഫലപ്രദവും കാര്യക്ഷമതയും ഉള്ളതുമാണ്. ജനാധിപത്യ ഭരണം കൂടുതൽ ഫലപ്രദവും കാര്യക്ഷമതയും ഉള്ളതുമാണ്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയിലൂടെ പൊതുഭരണത്തിൻ്റെ കാര്യക്ഷമത ഉറപ്പുവരുത്താൻ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഗവേണൻസ് ആണ്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയിലൂടെ പൊതുഭരണത്തിൻ്റെ കാര്യക്ഷമത ഉറപ്പുവരുത്താൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഗവേണൻസ്. സേവനത്തിനായി സർക്കാർ ഓഫീസുകളിൽ കാത്തു നിൽക്കേണ്ടതില്ല. വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സേവനം നേടാം. സർക്കാർ സേവനം കുറഞ്ഞ ചെലവിലും വേഗത്തിലും ലഭിക്കുന്നു. ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിൻ്റെ ഗുണമേന്മയും വർദ്ധിക്കുന്നു. അപ്പോൾ ഈ പദ്ധതിയുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? സേവനത്തിനായി സർക്കാർ ഓഫീസുകളിൽ കാത്തു നിൽക്കേണ്ടതില്ല. വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സേവനം നേടാം. സർക്കാർ സേവനം കുറഞ്ഞ ചെലവിലും വേഗത്തിലും ലഭിക്കുന്നു. ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിൻ്റെ ഗുണമേന്മയും വർദ്ധിക്കുന്നു. പൊതുഭരണം കാര്യക്ഷമമാക്കുന്നതിന് സേവനാവകാശ നിയമം സഹായമാകുന്നത് എങ്ങനെയാണ്? സർക്കാർ ഓഫീസുകൾ നൽകുന്ന സേവനങ്ങൾ ഏതെല്ലാമെന്ന് തിരിച്ചറിയുന്നു. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് നിയമം അനുശാസിക്കുന്നു. പരിഹാര നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുന്നു. പൊതുസമൂഹത്തിൻ്റെ നിരന്തരമായ ഇടപെടൽ ഉണ്ടാകുന്നു. പൊതുഭരണത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിക്കുന്നു. ജസ്റ്റ് വായിച്ചു വച്ചേക്കാം. അനുയോജ്യമായ രീതിയിൽ ABC കോളങ്ങൾ ക്രമീകരിക്കുക. അഖിലേന്ത്യാ സർവീസാണ്. ഇന്ത്യൻ പോലീസ് സർവീസ് എന്ന് പറയുന്നത് അഖിലേന്ത്യാ സർവീസാണ്. അപ്പോൾ അത് കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. അഖിലേന്ത്യാ സർവീസ് കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. കേന്ദ്ര സർവീസാണ് ഇന്ത്യൻ റെയിൽവേ സർവീസ്. അത് ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന സർവീസാണ് സെയിൽസ് ടാക്സ് ഓഫീസ്. സംസ്ഥാന തലത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകൾ സൂചിപ്പിക്കുന്ന പദസൂര്യൻ പൂർത്തീകരിക്കുക. അപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വൈദഗ്ധ്യം, പിന്നെന്താണ്? സ്ഥിരത, ശ്രേണീപരമായ സംഘാടനം, യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം, രാഷ്ട്രീയ നിഷ്പക്ഷത. അപ്പോൾ ഏതൊക്കെയാണ് വേണ്ടത്? വൈദഗ്ധ്യം, സ്ഥിരത, ശ്രേണീപരമായ സംഘാടനം, യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം, രാഷ്ട്രീയ നിഷ്പക്ഷത. ഓക്കെ, അടുത്ത് വരുന്നത് ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകളിൽ ഒന്നാണ് ശ്രേണീപരമായ സംഘാടനം. മറ്റേതെങ്കിലും 2 സവിശേഷതകൾ എഴുതുക. സ്ഥിരത, യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം, രാഷ്ട്രീയ നിഷ്പക്ഷത, വൈദഗ്ധ്യം. അടുത്ത് വരുന്നത് പൊതുഭരണ സംവിധാനത്തിൽ ഉദ്യോഗസ്ഥരെ പങ്ക് വ്യക്തമാക്കുക. ഭരണനിർവഹണത്തിൽ സഹായിക്കുന്നു. ഗവൺമെൻറ് സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്നു. ജനപ്രതിനിധികൾ, മന്ത്രിമാർ എന്നിവർക്ക് ഉപദേശങ്ങൾ നൽകുന്നു. ശാസ്ത്രീയമായി മനുഷ്യവിഭവശേഷി വിനിയോഗിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഏതൊക്കെയാണ് പൊതുഭരണ സംവിധാനത്തിൽ ഉദ്യോഗസ്ഥരുടെ പങ്ക് എന്തൊക്കെയാണ്? ഭരണനിർവഹണത്തിൽ സഹായിക്കുന്നു. ഗവൺമെൻറ് സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്നു. ജനപ്രതിനിധികൾ, മന്ത്രിമാർ എന്നിവർക്ക് ഉപദേശങ്ങൾ നൽകുന്നു. ശാസ്ത്രീയമായി മനുഷ്യവിഭവശേഷി വിനിയോഗിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. ജനാധിപത്യ വ്യവസ്ഥയെ കാര്യക്ഷമമാക്കുന്നതിൽ പൊതുഭരണത്തിൻ്റെ പങ്ക് വിശദമാക്കുക. ജനങ്ങളുടെ താൽപ്പര്യത്തിന് പ്രാധാന്യം. ജനാധിപത്യ ഭരണം കൂടുതൽ ഫലപ്രദവും കാര്യക്ഷമതയും ഉള്ളതുമാകുന്നു. ലോക്പാൽ, ലോകായുക്ത എന്നിവയുടെ പ്രവർത്തനങ്ങൾ വിശദമാക്കുക. ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നു. ലോക്പാൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നു. ലോകായുക്ത സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നു. പൊതുപ്രവർത്തകർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും കേസ് എടുത്ത് അന്വേഷിക്കുന്നു.
അപ്പോൾ ലോക്പാലിൻ്റെയും ലോകായുക്തയുടെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നു. ലോക്പാൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നു. ലോകായുക്ത സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നു. പൊതുപ്രവർത്തനങ്ങൾക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും കേസെടുത്ത് അന്വേഷിക്കുന്നു. പൊതുഭരണം ശക്തിപ്പെടുത്തുന്നതിൽ വിവരാവകാശ നിയമത്തിലുള്ള പ്രാധാന്യം വ്യക്തമാക്കുക. വിവരങ്ങൾ അറിയുവാനുള്ള അവകാശം ഉറപ്പു നൽകുന്നു. അഴിമതി നിയന്ത്രിക്കുന്നു. ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്തബോധം വളർത്തുന്നു. ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നു. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമുക്ക് ഓംബുഡ്സ്മാനിൽ പരാതി ബോധിപ്പിക്കുവാൻ കഴിയുക? അഴിമതി, സ്വജനപക്ഷപാതം, ധനദുർവിനിയോഗം, ബാങ്കിംഗ് രംഗത്തെ തർക്കങ്ങൾ. ഓംബുഡ്സ്മാന് പരാതി ബോധിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? അഴിമതി, സ്വജനപക്ഷപാതം, ധനദുർവിനിയോഗം, ബാങ്കിംഗ് രംഗത്തെ തർക്കങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. പൊതുഭരണം എന്ന ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ പൂളിലെ ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് വായിച്ചു വെച്ചിരിക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ തന്നെ അൺഅക്കാഡമിയിൽ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ഓക്കെ, താങ്ക്